നീ വീണുപോയ വഴികൾ എത്രയെന്നോ, നീ എത്ര വട്ടം വീണു എന്നോ ദൈവം നോക്കുന്നില്ല. മറിച്ച് നീ എത്ര വട്ടം ദൈവസന്നിധിയിൽ എഴുന്നേറ്റു എന്നും മാത്രമാണ് ദൈവം നോക്കുന്നത്. നിന്റെ കുറവുകൾ നിന്നെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുകയില്ല നീ കരുതുന്നുണ്ടോ? നിന്റെ പാപം നിന്റെ ദൈവസന്നിധിയിലേക്ക് ഒരു കാരണവശാലും ചേർക്കുകയില്ല നീ കരുതുന്നുണ്ടോ? ഓർക്കുക, നോഹ ഒരു മദ്യപാനി ആയിരുന്നിട്ടും ദൈവം നോഹയെ ഉപയോഗിച്ചു. യാക്കോബ് കള്ളം പറയുമെന്ന് അറിഞ്ഞിട്ടും ദൈവം യാക്കോബിനെയും ഉപയോഗിച്ചു. മോശ ഒരു കൊലപാതകി ആയിരുന്നിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം മോശയെ ഉപയോഗിച്ചു. യോന അനുസരണക്കേട് കാണിക്കുമെന്നറിഞ്ഞിട്ടും ദൈവം യോനയും ഉപയോഗിച്ചു. ദാവീദ് വ്യഭിചാരം ചെയ്യുമെന്നറിഞ്ഞിട്ടും ദൈവം ദാവീദിനെയും ഉപയോഗിച്ചു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നിട്ടും ദൈവം ശൗലിനെയും ഉപയോഗിച്ചു. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നത്? എല്ലാ വഴിയും അടഞ്ഞുപോയി, ഇനി ഒരിക്കലും എന്നെ ദൈവം ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ വീണ് തെറ്റിയിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ദൈവം പറയുന്നു കം ബാക്ക്. ജീസസ് പറയുന്നു, കർത്താവ് പറയുന്നു കം ബാക്ക്.